കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന കടുത്ത ഉഷ്ണത്തിന് ആശ്വാസമായി സംസ്ഥാനത്ത് ഇന്ന് പരക്കെ വേനൽമഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വരണ്ട കാലാവസ്ഥയിൽ നിന്ന് പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ കുളിർമയേകുന്ന മാറ്റമാണിത്. ഉച്ചയ്ക്ക് ശേഷം അന്തരീക്ഷം മേഘാവൃതമാകാനും തുടർന്ന് ഇടിമിന്നലോടുകൂടി മഴ പെയ്യാനുമാണ് സാധ്യത. ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വേനൽമഴ സജീവമാകുന്നതോടെ സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന ഉയർന്ന താപനില മുന്നറിയിപ്പുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കടുത്ത ചൂടിൽ ഉണങ്ങിത്തുടങ്ങിയ കൃഷിയിടങ്ങളിൽ ഈ മഴ വലിയൊരു അനുഗ്രഹമാകും. ജലസ്രോതസ്സുകളിൽ ജലനിരപ്പ് ഉയരാനും ഇത് സഹായിക്കും. ചൂട് കുറയുന്നത് സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം നൽകും. രാത്രികാലങ്ങളിൽ ചുട്ടുപൊള്ളുന്ന അവസ്ഥയ്ക്ക് ശമനം ലഭിക്കുമെന്നത് ഉറക്കത്തിന് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നിലവിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിന് സാധ്യത കൂടുതലാണ്. ഈ സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കണം. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴാനും സാധ്യതയുള്ളതിനാൽ യാത്രക്കാർക്കും തീരദേശവാസികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് നിലവിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെങ്കിലും കടലിലെ കാറ്റിന്റെ വേഗത വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. മഴ സംസ്ഥാനത്ത് ആശ്വാസം പകർത്തുമ്പോഴും വിവിധയിടങ്ങളിൽ നിന്നുണ്ടാകുന്ന അപകട വാർത്തകൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് 2 ദാരുണ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ആദ്യ സംഭവം കൊല്ലം ജില്ലയിലാണ്. ചിത്ര ഓയിൽ ഫാം എസ്റ്റേറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ശക്തമായ മഴയിലും കാറ്റിലും മരം കടപുഴകി വീണ് 37-കാരിയായ സരിത എന്ന തൊഴിലാളി മരണപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു നടുക്കുന്ന വാർത്ത വരുന്നത് ചെങ്ങന്നൂരിൽ നിന്നാണ്. പുത്തൻകാവ് പള്ളി ഗ്രൗണ്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഫുട്ബോൾ കളിക്കുകയായിരുന്ന ആസിഫ് അഷ്റഫ് കളിക്കിടെയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ആസിഫിന് ജീവൻ നഷ്ടമായി. മഴ പെയ്യുന്ന സമയത്ത് ഗ്രൗണ്ടുകളിലോ മരങ്ങൾക്കും വൈദ്യുത തൂണുകൾക്ക് താഴെയോ നിൽക്കരുതെന്ന് അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പലയിടങ്ങളിലും വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണു. വൈദ്യുത ലൈനുകൾ തകരാറിലായും നാശനഷ്ടങ്ങൾ തുടരുകയാണ്. പ്രകൃതിയുടെ ഈ മാറ്റം നമുക്ക് ആശ്വാസകരമാണെങ്കിലും ഓരോ മഴയും ഓരോ ഓർമ്മപ്പെടുത്തലാണ്. അപ്രതീക്ഷിതമായി എത്തുന്ന ഇടിമിന്നലിനെതിരെയും കാറ്റിനെതിരെയും നാം ജാഗ്രത പാലിക്കണം. അപകടങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരുക.